Hello guys, welcome back to our channel. Crazy Girls. അയ്യോ ഇന്ന് അവളെന്ത് താഴെയാണോ? അപ്പം ക്രേസി ഗേൾ പറയുന്ന ആളിന്ന് താഴത്താണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് സ്ഥലം വരെ പോവാ, കൊച്ചി വരെ പോവാണ്, എറണാകുളം വരെ. ഫ്രൈഡേ ആണ്. അപ്പം ചിലപ്പോൾ സൺഡേ വരും, ചിലപ്പോൾ സാറ്റർഡേ വരും. അപ്പം അയാനൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ലുലു മാളിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് പറയുവാണ്. അപ്പോൾ പിന്നെ ഓർത്തെന്നാൽ പിന്നെ ഇന്ന് പോകാം, എന്നിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുക്കാം. ഒരുപാട് നാളായില്ല നമ്മൾ വീഡിയോസ് എടുത്തിട്ട്. ഫുൾ വീഡിയോസ് സത്യം പറഞ്ഞാൽ എടുക്കലേ ഇല്ല, ഫുൾ ടൈം ഷോർട്സ് എന്നാണ്. അതാകുമ്പോൾ എളുപ്പ പരിപാടിയല്ലേ. അപ്പം എന്നാൽ പിന്നെ ഈ 2 ഡേയ്സിലെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഈവനിങ് ആണ്. എത്ര മണി? 5:30 ആയിട്ടുണ്ട്. 5:30 ആകുമ്പോഴാണ് നമ്മൾ സ്കൂളുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ വന്ന് റെഡിയായി. പേരൻസ് മീറ്റിംഗ് ആയിരുന്നു, ഉച്ചവരെ പഠിത്തം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോയി. അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതായി ഇറങ്ങാൻ പോവാണ്. ഇനി പോകുന്ന വഴി തൊട്ട് നാളത്തെ ദിവസം ഒരു ദിവസത്തിൽ ഫുള്ള് തീരില്ല, 2-3 ദിവസത്തെ വീഡിയോ അല്ലേ. 2 ദിവസത്തെ വീഡിയോ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ് ചെന്നിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം ഞാൻ മെയിനായിട്ട് കാര്യം പറയരുത്. ഇന്നിപ്പം മെയിനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് പോകുന്നതിന് വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചിരി വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാണിച്ചു തരാം. എനിക്കും അറിയത്തില്ല. എന്താ അറിയത്തില്ലേ? അപ്പൊ ആ കാര്യം പറഞ്ഞ ആൾക്കാർ ചിരിക്കും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അയ്യ, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ആരെങ്കിലും വരുവാന്നല്ലേ ചോദിക്കത്തുള്ളൂ. ഇവിടെ എന്തോ ഇല്ല. അതെ. അപ്പൊ അത് കാരണം ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. അപ്പൊ ഇത് മുതൽ ഇന്ന് വൈകിട്ട് വരെ, രാത്രി വരെയുള്ള വീഡിയോ ഒരു വ്ളോഗായിരിക്കും. നെക്സ്റ്റ് ഡേയിൽ അടുത്ത ദിവസത്തെ വ്ളോഗായിട്ടിടാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അയ്മക്കുട്ടി താഴത്താണ് കേട്ടോ. അപ്പം കിട്ടിയത് അയാനെയാണ്. അയാനെ വെച്ചെങ്കിൽ ഇൻട്രോ എടുക്കാമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇൻട്രോ എടുക്കാൻ ഇപ്പോഴും ഒരു ധൈര്യം എനിക്കില്ല അല്ലേ. പിന്നെ ഇവനാണ് എൻ്റെ വീഡിയോഗ്രാഫർ കം മൈ ഫേവറേറ്റ്, മൈ ലവ്ലി മോൻ, ചക്കര മോൻ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങുവാണെന്ന പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി റെഡി. എൻ്റെ പുതിയ ചുരിദാറാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അയാൾ പഴയതൊക്കെ തന്നെ കണ്ടോ ഫുൾ. അപ്പം ഇതെൻ്റെ പുതിയ ചുരിദാറാണ്. വേണ്ട, കുഴപ്പമില്ല, അത് ഞാൻ ഷോർട്സിലിടാം, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇടാം. അപ്പം ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് സമയമില്ല, പോട്ടെ. പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങനെ ഞങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിടങ്ങുവാണ് കേട്ടോ. പെട്ടി കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എപ്പോൾ പോയാലും ഞാൻ എപ്പോഴും അഡീഷണൽ 1-2 ഡ്രസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ എടുക്കും കേട്ടോ. നമുക്ക് എടുത്തില്ലെങ്കിലും മക്കൾക്ക് എന്തായാലും ഒരു 2-3 ജോഡി ഡ്രസ്സ് ഞാൻ എപ്പോഴും കൂടുതലെടുക്കും. പിള്ളേരല്ലേ, വല്ല ഛർദ്ദിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്ന് വിചാരിച്ചു. അതിനെപ്പോഴും എല്ലാവരും എന്നെ കളിയാക്കും, ഒരു ദിവസത്തേക്ക് പോയാലും വലിയ പെട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞു. സങ്കടമായിരുന്നു. പിന്നെ ഇറങ്ങി. അപ്പോൾ ഹൈമായി കയറ്റി. ഇനി ഞാനും കയറി നമ്മൾ വണ്ടി വിട്ടു, യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാൾ കൂടിയിരുന്നായിരുന്നു ഇങ്ങനെ ഒരു ദിവസം നിൽക്കാനായിട്ടൊക്കെ ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് മക്കൾക്കും ഉണ്ടായിരുന്നു. വൈകുന്നേരം 5 മണി സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എത്ര മണിയാവും അവിടെ എത്തുമ്പോഴൊന്നും അറിയാൻ വയ്യ. ഒരു 3 മണിക്കെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം ചില കാരണങ്ങൾ കൊണ്ട് ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഇവർക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ചെയ്ത് നിന്നങ്ങ് ലേറ്റായി പോയി. അപ്പം
അതൊക്കെ കൊണ്ട് കുറച്ച് ലേറ്റായി. ഇനി ഈ സമയത്ത് ഇറങ്ങുന്നതുകൊണ്ട് എത്ര മണിക്ക് അവിടെ എത്തും എന്നുള്ളതിന് യാതൊരു പിടിയില്ല. കാരണം ഇപ്പം നല്ല ബ്ലോക്കൊക്കെ അല്ലേ. പിന്നെ 2 ദിവസം അവധി ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു ടൈമും കൂടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം. ഞാൻ പൊതുവേ യാത്രകളിൽ ഉറങ്ങുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി വരും. അപ്പം ഞാൻ തലവേദന വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങ് കിടന്ന് ഉറങ്ങുകയെന്ന് വെച്ചാൽ കണ്ണടച്ചാലും വെറുതെ കിടക്കും ഞാൻ കേട്ടോ. അങ്ങനെ നമ്മളിതാ എറണാകുളം എത്തിയിട്ടുണ്ട്. രാത്രിയായി ഒരു 7:45 ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പോഴേ. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പിടിച്ചിടുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ടും നമ്മൾ എത്തിയപ്പോൾ 7:45 കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. പാപ്പായുടെ ബ്രദർ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ആ ഫ്ലാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് നമ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ സെക്യൂരിറ്റിയിൽ അവിടെ എഴുതി കൊടുക്കണം നമ്മൾ ഏത് ഫ്ലാറ്റിലോട്ടാണ് വന്നതെന്ന്. പിന്നെ വിസിറ്റേഴ്സിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എല്ലാം പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മളിതാ മേളിലോട്ട് കയറാൻ പോകണം കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. അയിമാക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാണ് കേട്ടോ ആദ്യം തന്നെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഈ പെട്ടി ഒന്ന് പിടിക്കും, ഞങ്ങൾക്ക് ആർക്കും പൊക്കാൻ വയ്യെന്നും പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ടൈമാണ് അതിലോട്ട് കൊടുത്തു കേട്ടോ. ഇത് വലിയ വെയിറ്റൊന്നും ഇല്ല. അകത്ത് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ വയനാട് ട്രിപ്പ് പോയ സമയത്ത് വാങ്ങിച്ച പെട്ടിയാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ പെട്ടി. എനിക്ക് പണ്ട് ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ലിഫ്റ്റിൽ കയറത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറിയേ പോകത്തുള്ളൂ കേട്ടോ. എനിക്കെന്തോ ഭയങ്കര പേടിയാണ് ലിഫ്റ്റ് നിന്ന് പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറാണ്. മാക്സിമം വീഡിയോ എടുക്കണമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു വ്യൂ ഒക്കെ വല്ലപ്പോഴും അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഡാൻസും വീഡിയോസും എല്ലാം എടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടോ, നല്ല ഈ വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കി എവിടോട്ട് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ചെന്ന് കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതിനുശേഷം പോയി ചായയൊക്കെ ഇട്ട് കേട്ടോ. ചായയൊക്കെ ഇട്ടതിന് ശേഷം നല്ല അടിപൊളി ചിപ്സ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആരോ വറുത്തോണ്ട് കൊടുത്തതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇനി പയ്യെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോവുകയാണ്.
ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാനൊക്കെ ഫ്രഷ് ആവേണ്ട അത്ര ക്ഷീണമൊന്നും ഇല്ല, എന്നാലും അയിമയെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അയിമ ജസ്റ്റ് വീട്ടിലിടുന്ന പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. പിന്നെ മുടിയൊക്കെ അഴിച്ച് വാരിയൊക്കെ കിടക്കുവാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി ഞാനും ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ പോയിട്ട് നമ്മളിനി പുറത്തോട്ടേ ഇറങ്ങാൻ പോകണം കേട്ടോ. ഈ റൂമിൻ്റെ വിൻഡോസിലൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നേരെ താഴെ ഒരു ടർഫുണ്ട് കേട്ടോ സ്കൂളിൻ്റെ. അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ്. രാത്രി ആയാലും ഒരു 12 മണിയൊന്നും അല്ല കേട്ടോ, രാത്രി ടൈമിൽ നല്ല പോലെ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നിങ്ങനെ കാണുന്നത് വേറൊരു രസമാണ് കേട്ടോ. പിന്നെ മിറർ കണ്ടാൽ പിന്നെ സെൽഫി ആണല്ലോ. അങ്ങനെ ഞങ്ങളിതാ എല്ലാം ഒന്ന് റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലോട്ടാണ് കേട്ടോ. സെൻട്രൽ സ്ക്വയർ മാളിൽ പോയി ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഒരു മൂവിയും കൂടെ കാണാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരെ സെൻട്രൽ സ്ക്വയർ മാളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനങ്ങനെ വന്നിട്ടില്ല കേട്ടോ. വന്നാലും ലുലു മാളിൽ തന്നെയാണ് മിക്കവാറും വന്നിട്ടുള്ളത്. സെൻട്രൽ സ്ക്വയർ മാളിൽ ഞാനങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ദാ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് നേരെ മുകളിലോട്ട് ആദ്യം പോയത് കേട്ടോ. മുകളിൽ ചെന്നപ്പം വലിയ തിരക്കുമില്ല, എന്നാൽ ആൾക്കാരുണ്ട്. ആ ഒരു ഫീല്, അതായത് ഭയങ്കര റഷല്ല, നല്ല ഒരു നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ നടക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു മാൾ. ഞാനത് അവിടെ ഇരുന്ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഒരു രസമുണ്ട്, കാരണം തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അങ്ങ് ഓർഡറാക്കി. അപ്പോൾ അയിമക്ക് നേരത്തെ തന്നെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ആദ്യം തന്നെ ഒരു ഐസ്ക്രീം അങ്ങ് വാങ്ങിച്ച് അവളെ അങ്ങ് സൈഡാക്കി. അല്ലെങ്കിൽ പിന്നെ ഇനി അത് കരഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെ കഴിക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ എന്തായാലും അവൾക്കൊരു ഐസ്ക്രീം അങ്ങ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ പിസ്സ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. 2 ടൈപ്പ് പിസ്സ ആണ്. പിസ്സ ഒന്നും ഞാൻ അത്ര വലിയ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റിനെ പറ്റിയും ഒന്നും വിശദീകരിക്കാനൊന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ അയാനാണ്. അപ്പോൾ അയാൻ തന്നെയാണ് 2 ടൈപ്പ് പിസ്സ ഓർഡർ ചെയ്തത്. എനിക്കൊന്ന് ചിക്കൻ പിസ്സ ആണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരെണ്ണം എന്തോ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി എന്താണെന്നുള്ളത്. എന്തായാലും പിസ്സ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ കഴിക്കാത്തതുകൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുത്താലും ഞാൻ അങ്ങനെ ഒരു പീസ് പോലും അങ്ങനെ ടേസ്റ്റ് ചെയ്യാറില്ല. എനിക്കത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഞാനങ്ങനെ ഈ പുറത്തുനിന്നുള്ള ഇങ്ങനത്തെ ഫുഡുകളോട് എനിക്ക് നാടൻ ഫുഡാണ് ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും എല്ലാം പൊട്ടിച്ചിട്ട് എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത് പിസ്സ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാനാണ് ഭയങ്കര ഹാപ്പി. അയാൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അയാൻ ഇഷ്ടപ്പെട്ടത് സാധനങ്ങളൊക്കെയാണ് മേടിച്ച് കഴിക്കുന്നത്. അപ്പം അയാൻ്റെ വാപ്പിച്ച് അയാനോട് പറയുമായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ 2 ദിവസമുണ്ട്, നന്നായിട്ട് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ വാങ്ങി തിന്നോണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഇങ്ങനത്തെ സാധനങ്ങളും അവിടെ കിട്ടും ആലപ്പുഴയിൽ. എന്നാലും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് മോളിലൊക്കെ വന്നിരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ അത്ര അവിടെ അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുത്ത സാധനമായിട്ട് ആൾ വരുന്നുണ്ട്. നമ്മൾ ചിക്കിങ്ങിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസസും പിന്നെ 2 ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെയൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് രസം ഇങ്ങനെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലല്ലേ. അപ്പോൾ സ്പ്രൈറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പീസസൊക്കെ നല്ല അടിപൊളി ചൂടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് തുലിച്ച് പോലും തിന്നാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അയാൻ ഓടിപ്പോയി അമ്മൂലിൽ നിന്നൊരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച്. അയിമ വന്നപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം കഴിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ അവളെ കാണിച്ച് കരയിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നടന്നങ്ങ് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? സിനിമ കാണാനാണ്. ഇവിടെയാണ് എൻ്റെ ഡ്രീം ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ, ഒരു കിടന്നൊരു സിനിമ കാണണമെന്നുള്ളത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോയെങ്കിലേ അത് നടക്കുകയുള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ പോയി കിടന്ന് കാണാൻ നല്ല സുഖമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ മൂവിക്ക് കയറാൻ വേണ്ടി അങ്ങോട്ട് ഇവിടെ നിന്നല്ല കേട്ടോ, ഒരുപാട് ഉള്ളിലോട്ട് പോകണം. അതിനല്ല നമ്മൾ കുറച്ച് സമയം നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ടൈം ആവാതെ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ. അതാ കണ്ടോ VIP എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല, ഇത് കാണുന്നതിന് 500 റുപ്പീസായിരുന്നു കേട്ടോ ഒരാൾക്ക് വരുന്നത്. അതിനത്ര വലിയ കോസ്റ്റായിട്ടൊന്നും ആരും കാണത്തില്ലായിരിക്കും. പക്ഷെ എനിക്കത് അതിൻ്റെ റേറ്റിനേലും കൂടുതൽ അത് അങ്ങനെ ഒന്ന് കിടന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം, അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഫുഡുണ്ട് കേട്ടോ. ഫുഡിൻ്റെ ഭാഗത്തോടൊന്നും നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര റേറ്റായിരുന്നു.
അങ്ങനെ പിന്നെ എന്തായാലും ഫുഡൊന്നും വാങ്ങേണ്ട, വയറ് നിറച്ച് ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. പിന്നെ അകത്ത് കയറി നല്ല വിസ്തരിച്ച് കിടന്ന് നല്ല സിനിമയാണെ കാണാം, അല്ലെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ്. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ആംബിയൻസ് ആയിരുന്നു, അവിടെ നിന്ന് എടുത്തു. പിന്നെ അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്നാൽ മതി. അങ്ങനെ ഒരു കറക്റ്റ് 10 മണിയായപ്പോൾ അവർ ഓപ്പൺ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് അങ്ങോട്ട് കയറണം, വലിയ തിരക്കൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ 50-70 അടുത്തൊക്കെ സീറ്റും ഉണ്ട് അകത്ത്. അകത്തോട്ട് കയറിയപ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്ത്. അതുപോലെ തന്നെ നല്ല ഒരു ലാമ്പ്, എനിക്ക് ആ ലാമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ സീറ്റുകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഓരോ ലൈറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു റാമ്പ് പോലെ ഉണ്ട്, അതിലേക്കൂടെ കയറി മേപ്പോട്ട് ചെല്ലുമ്പം അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. അതായത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ, ലൈറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ലാമ്പ് വെച്ചേക്കുന്നത്. അപ്പം ഫുള്ളായിട്ടൊന്നും ആരും ഇല്ലായിരുന്നു, വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-12 പേരൊക്കെ അങ്ങേയറ്റം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ആരും ചൂസ് ചെയ്ത് പോകത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഐമാക്കും കൂടെ ഒരു സീറ്റ് എടുത്തായിരുന്നു. ഇവിടെ നോർമലി നമ്മൾ വീട്ടിൽ അവിടെ വെച്ചിട്ട് തിയേറ്ററിൽ പോകുമ്പോഴും നമ്മൾ ഐമാക്ക് ഒരു സീറ്റ് എടുത്തേക്കും. കാരണം വെറുതെ മടിയിലിരുത്തി നമുക്കും ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റില്ല, അവൾക്കും ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവളാണെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ഫോണിൽ വല്ല കാർട്ടൂണോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ സുഖമായിട്ട് കിടന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവൾക്കും കൂടെ ഒരു സീറ്റ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് കണ്ടോ എന്ത് രസമെന്നൊക്കെ, നമുക്ക് ഏറ്റവും ലാസ്റ്റായിരുന്നു കിട്ടിയിട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റി. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡ് വെക്കാനായിട്ടുള്ള ചെറിയൊരു ഗ്ലാസിൻ്റെ സൈഡിൽ ടേബിൾ പോലെ ഉണ്ട്. പിന്നെ അവരുടെ മെനു കാർഡ് അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെയുണ്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ബ്ലാങ്കറ്റും പിന്നെ തല പൊക്കി ഇച്ചിരി വെക്കാൻ വേണ്ടിയിട്ടൊരു പില്ലോയും ഒക്കെ ഉണ്ട് കേട്ടോ. ചെന്ന് ഓൾമോസ്റ്റ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങി കേട്ടോ. ചെന്ന ഉടനെ തന്നെ നമ്മൾ കാലൊക്കെ നീട്ടി വെച്ച് പോതപ്പൊക്കെ അങ്ങോട്ട് മേത്തോട്ടിട്ട് അങ്ങനെ ഇരുന്നു. പക്ഷേ തുടങ്ങിയില്ല കേട്ടോ, കുറേ സമയം എടുത്തു. ആ സമയത്ത് ഫോണൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം വന്ന് വിളിക്കുന്നവരോടൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഡ്രീമൊക്കെ സാധിച്ച കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും പറഞ്ഞെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് സിനിമയൊക്കെ തുടങ്ങിയത്. സിനിമ നമ്മൾ കാണാൻ പോയത് ബേബി ഗേളാണ് കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയില്ലായിരുന്നു, നല്ലതാവോന്നൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ പടം തുടങ്ങി കുറച്ചായപ്പോഴത്തേക്കിനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും കാണുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. അത് തന്നെയല്ല ബോറടിക്കുന്നില്ലായിരുന്നു, ഉറങ്ങണമെന്നുള്ള തോന്നലും ഒന്നും വന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വീഡിയോ എടുപ്പാണ്. അയിമ പിന്നെ ചെന്നപ്പോൾ തന്നെ ഒരു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മേടിച്ച്, എന്നിട്ട് ഇരുന്ന് അവൾ കാർട്ടൂൺ കാണലൊക്കെ ആയിരുന്നു. അങ്ങനെ മൂവി തുടങ്ങിയ ഒരു ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കിനും വെട്ടമൊക്കെ ഓണാക്കി. ആ സമയത്ത് നമ്മൾ സാധാ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോപ്കോണോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. ഇവിടെ ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, അത്ര വിലയാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ടേന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് മൊജീറ്റോ വാങ്ങിച്ചു കേട്ടോ, ഒരു ഗ്രീൻ ആപ്പിൾ മൊജീറ്റോ. പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോൾ കേട്ടോ, 290 രൂപ ഒരു ഗ്രീൻ ആപ്പിൾ മൊജീറ്റോ. അങ്ങനെ എന്തായാലും പടം തീർന്നു കേട്ടോ. സൂപ്പർ പടമായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. അങ്ങനെ എന്തായാലും കാലൊക്കെ താത്തി വലിയ വിഷമമായിരുന്നു കേട്ടോ ഇറങ്ങാൻ. ഞാൻ പറഞ്ഞൊരു സിനിമയും കൂടെ നമുക്ക് ഇവിടെ ഇരുന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ സിനിമ തീർന്നപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു സങ്കടവും വിഷമവും ഒക്കെ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിലൊക്കെ ഇറങ്ങി താഴെ വന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അയാനും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത ടിക്കറ്റ് എടുത്ത് ഒരു സിനിമയും കൂടെ കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ നിൽക്കുവാണേ. അപ്പം നമ്മളിതാ പുറത്തിറങ്ങി. അപ്പോൾ എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി. അപ്പോൾ ആ ഇറങ്ങിയതിൻ്റെ ഒരു മന്നിപ്പൂവൊക്കെ നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇനിയിപ്പം വീട്ടിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ മുതൽ അയിമ ഭയങ്കര പറച്ചിൽ, ഒരു ഐസ്ക്രീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഐസ്ക്രീം കഴിക്കാമെന്നല്ല, ഒരു ഐസ്ക്രീം കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളാരും ഐസ്ക്രീം കഴിച്ചില്ലായിരുന്നു, പിള്ളേർ മാത്രമല്ലേ കഴിച്ചുള്ളായിരുന്നു. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഐസ്ക്രീം ഷോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ താഴത്ത് വന്ന് വണ്ടി കയറി നേരെ പോകുന്നത് അടുത്തത് ഐസ്ക്രീം ഷോപ്പിലോട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഏതാണ്ട് ഒരു 1 മണിയാകാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് മിലാനോയിലാണ് കേട്ടോ. അപ്പം നമ്മൾ പോയി കഴിച്ച ഫുഡ് സ്പോട്ടുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ രീതിയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ നോക്കി വെച്ചതാണ് മിലാനോ. ഇവിടെ നല്ല അടിപൊളി ഐസ്ക്രീമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് ഐസ്ക്രീമൊക്കെ നല്ല ഡിസൈൻ ചെയ്ത്, അതായത് ഫ്ലവറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ
അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. പിന്നെ അടിപൊളി കുക്കീസും കാര്യങ്ങളും പല പല വെറൈറ്റീസ് കേക്ക്സ്, പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം തന്നെ സ്റ്റിക്കിലുള്ളത് പല പല ഷേപ്പിലും പല വെറൈറ്റീസിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം തന്നെ പല പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറയുന്ന ഏത് ഫ്ലേവറാണോ അതനുസരിച്ച് അവർ മിക്സ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്. ഈ കടയിലോട്ട് കയറിയപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല വേഫേഴ്സൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി മണമായിരുന്നു കേട്ടോ. ആ മണത്തേലാണ് എന്നെ വീഴ്ത്തിയത്. കാരണം ഞാൻ അത്ര ഒരു ഐസ്ക്രീം ലവർ അല്ലെങ്കിലും പിന്നെ ഇതിൻ്റെ മണം അടിച്ചപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ട്, പിന്നെന്താ പിസ്ത ഉണ്ട്, ട്രഫിളുണ്ട്, യോഗേർട്ടുണ്ട്, സ്ട്രോബെറി യോഗേർട്ട് മിക്സ്, പിന്നെ വാട്ടർ മെലൺ ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും ആവശ്യാനുസരണം എല്ലാവരും അവരവരുടേത് മിക്സ് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാനും വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് ഇതാണ് പാഷൻ ഫ്രൂട്ടും പിസ്തായുമാണ്. അയിമ ചോക്ലേറ്റും കോഫിയും ആയിരുന്നു. അയാൻ ഏതൊക്കെയോ 3 ഫ്ലേവേഴ്സ് മിക്സ് ചെയ്ത് വാങ്ങി. പിസ്ത അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. പാഷൻ ഫ്രൂട്ട് ശരിക്കും നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അതേ പുളിയായിരുന്നു കേട്ടോ. പിന്നെ അത് അയിമക്ക് നല്ലൊരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് അതിൻ്റെ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് പിന്നെ അയിമക്ക് വേണ്ടി കൈയും കാലും ഒക്കെ പിടിച്ചാണ് ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. അയാൻ പിന്നെ ഫുഡൊക്കെ ഹെവി ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ അവന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ വേഫേഴ്സിൻ്റെ ഒരു ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് വേഫേഴ്സ് മാത്രം നമുക്ക് തിന്നാനും അത്ര ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒലിച്ചൊലിച്ച് കയ്യിലൊക്കെ വീഴാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എല്ലാവരും പോയി ഇതുപോലത്തെ ഇത് മേടിച്ച് അങ്ങനെയൊക്കെ കഴിച്ച് എന്തായാലും ഒരു വിധത്തിലൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തു. അങ്ങനെ പിന്നെ എല്ലാവരും അവരവരുടെ ആവശ്യമുള്ളതെല്ലാം കഴിച്ച്. പിന്നെ അവിടെ കൈ കഴുകാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയുടെ അടുത്ത് വന്ന് നമ്മൾ കാറിലിരുന്ന് വെള്ളം എടുത്ത് കൈയൊക്കെ കഴുകി നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് ഇനിയിപ്പോൾ കിടന്നുറങ്ങാം. ബാക്കി വിശേഷങ്ങൾ അടുത്ത ദിവസത്തെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി കിടന്നുറങ്ങട്ടെ. അപ്പം ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.